ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഒരു ജോയിൻ്റ്, അതായത് ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നായിരിക്കും വെലോസിറ്റി വരുന്നത്, ഇതായിരിക്കും, ഇതിവിടെ വി ആയിരിക്കും, ഈ ലിങ്കിൽ കാണുന്നതാണ് എന്തോന്ന് ഒമേഗ. ഇതൊക്കെ ലിങ്ക് ആണല്ലോ, ഓരോ ലിങ്ക് ആണല്ലോ, ലിങ്കിൽ കാണുന്നതാണ് ഒമേഗ, ഈ പോയിന്റിൽ കാണുന്നതാണ് വെലോസിറ്റി. ഇത് ഞാൻ ഇങ്ങനെ പറയാം, പഠിപ്പിക്കാൻ നേരത്തെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ ABCD ആണെങ്കിൽ നമുക്ക് സിയിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ CD ഒമേഗ കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, ടു ഫൈൻഡ് വെലോസിറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. വെലോസിറ്റി ആൻഡ് ഒമേഗ ഓഫ് എ 4 ബാർ മെക്കാനിസം. ഒന്നെങ്കിൽ 4 ബാർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം യൂസിങ് എന്തോന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ചോദിക്കാം, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡും ചോദിക്കാം. അത് മനസ്സിലായില്ലേ? ശരി, ഇനിയിപ്പോൾ ക്യാം സിന്തസിസ് സെക്കൻഡ് മോഡ്യൂളത്തിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, അതായത് നമുക്ക് യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, നാലാമത്തെ സൈക്ലോയിഡൽ മോഷൻ, ഇങ്ങനെ ഈ 4 എണ്ണത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. സിമ്പിളാണ്. പിന്നെ ഇത് വരച്ചാലേ നമുക്ക് ഇത് വരച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്യാമ് വരയ്ക്കുന്നത്. അപ്പം ക്യാമ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നൈഫ് എഡ്ജ് ഫോളോവർ, ഓഫ്സെറ്റ് ഉള്ളതും ഓഫ്സെറ്റ് ഇല്ലാത്തതും വരച്ച് പഠിക്കുക. അതുപോലെ തന്നെ റോളർ ഉള്ളതും റോളറിൻ്റെ ഓഫ്സെറ്റ് ഉള്ളതും റോളറിൻ്റെ ഓഫ്സെറ്റ് ഇല്ലാത്തതും വരച്ച് പഠിക്കുക. അങ്ങനെ 4 എണ്ണം, ഈ 4 എണ്ണം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ച് പഠിക്കുക. ക്യാമിൻ്റെ ഈ 4 എണ്ണം ക്യാമും വരച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് മോഡ്യൂളിനകത്ത് ക്യാമ് സെറ്റാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ സമയത്തിനുള്ളിൽ വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ അത് വരച്ച് തന്നെ പഠിക്കണം. എന്നാലേ ആ സ്കെയിൽ എടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കി വരച്ച്, ചില സമയത്ത് നിങ്ങൾ എടുക്കാൻ നേരത്ത് പിന്നെ പറയുന്നത് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഐഡിയ വേണം. അത് നിങ്ങൾ വരച്ച് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ വരച്ച് വരാൻ നേരത്ത് ചിലപ്പോൾ റോളർ പേപ്പറിന് പുറത്തൊക്കെ ആയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ പിന്നെ മൊത്തം വായിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വരച്ച് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റത്തുള്ളൂ. ശരി, പിന്നെ ഗിയറിൻ്റെ ദെയർ ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻസ്, ഒരു കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക. എന്നിട്ട് അവരെന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക, അത് ചെയ്യുക. ഇത് എളുപ്പമാണ്. ഗിയർ ട്രെയിൻ, അതായത് ഒരു എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ തരും. ഒരു എപ്പിസൈക്കിൾ ഗിയർ ട്രെയിൻ തന്നിട്ട് അവർ ഒരു ചോദ്യം പറയാം, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഗിയർ D ഇഫ് ഗിയർ A റൊട്ടേറ്റ്സ് അറ്റ് 300 RPM ക്ലോക്ക് വൈസ് ആൻഡ് വെൻ ദ ആം ഈസ് ഫിക്സഡ്. അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇത് സംഭവം ഇതാണ്, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് ABC എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പോഴത്തേക്കും ഇപ്പോൾ A ഇപ്പോൾ എത്രയിൽ കറങ്ങുവാണെങ്കിൽ C എത്രയിൽ കറങ്ങും, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇപ്പോൾ A ഇപ്പോൾ ക്ലോക്ക് വൈസിൽ 300 RPM കറങ്ങി, ഇവിടെയുള്ള ഈ ആം വന്നിട്ട് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ C എത്ര കറങ്ങും? അങ്ങനത്തെ ഒരു കണക്കാണ് ഗിയർ ട്രെയിനിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഫോർത്ത് മോഡ്യൂൾ എന്ന് വെച്ചിട്ട് സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ മെക്കാനിസം. അപ്പോൾ അതിൻ്റെ അകത്ത് ടു ഫൈൻഡ് ടോർക്ക് വിത്ത് ആൻ അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഗിവൺ. ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക്. ഇതിൻ്റെ അകത്ത് ഫോഴ്സ് തന്നിരിക്കും, ഇവിടെ ആയിട്ട് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് ക്രാങ്ക് ആണ്, ഇത് കണക്റ്റിംഗ് റോഡാണ്, ഇതിൻ്റെ ജസ്റ്റ് പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കാണിക്കും. ഇത് ഡയറക്ഷൻ കാണിക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്, ഇത് കണ്ടുപിടിക്കുക എന്ന് പറയും. ഇത് ഷുവർ ക്വസ്റ്റ്യൻ സിൻസ് ബിഗിനിങ്. അതെന്നാന്ന് വെച്ചാൽ തുടക്കം മുതൽ ഈ ഒരു ചോദ്യമാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇതിനങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മോഡ്യൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റൊട്ടേറ്റിംഗ് മാസ്, ടു ഫൈൻഡ് ബാലൻസിങ് മാസസ് ഇൻ സെയിം അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്ലെയിൻ. ഒന്നെങ്കിൽ സെയിം പ്ലെയിൻ തന്നിട്ട് അതിനകത്ത് ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്ലെയിനിൽ നിന്ന് തന്നിട്ട് അതിൻ്റെ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പം ടു ഫൈൻഡ് മാസ് ഇഫ് ദ സിസ്റ്റം ഇസ് ബാലൻസ്ഡ് ആണെന്ന് അവർ പറയും, എന്നിട്ട് ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചേക്കാം. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ മോഡ്യൂൾസിൽ നിന്ന്. അപ്പം ഇത് മാത്രം ഓരോ മോഡ്യൂളിൽ നിന്നും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഏതൊരു പരീക്ഷയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റും. അപ്പം മോമിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളപ്പം ഓരോന്നായിട്ട് ഞാൻ ടോപ്പിക്ക് പറയാം. ഓക്കെ, താങ്ക് യു.